നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവേ നല്ല കാമാണ്, പുറത്ത് വളരെ ശാന്തമായിരിക്കും. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും അങ്ങനെ പാനിക് ആവാറില്ല. സ്ട്രോങ് പേഷ്യൻസ് ആണ്, നല്ല ക്ഷമയുണ്ട്. സ്ലോ ഗ്രോത്ത് ആയാലും വെയിറ്റ് ചെയ്യാൻ നന്നായിട്ട് കഴിയും. ലോങ് ടേം സക്സസ് നല്ല രീതിയിൽ നേടുന്നവർ തന്നെയാണ്. ഡീപ്പ് ഇമോഷണൽ നേച്ചറാണ്, ഉള്ളിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ആരെയും എളുപ്പം വിശ്വസിക്കുകയുമില്ല. നല്ല റെസ്പോൺസിബിൾ പേഴ്സണാലിറ്റിയാണ്. ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കും. മറ്റുള്ളവർക്കായി സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സുണ്ട്. പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്, റിസ്ക് എടുക്കാൻ അതുകൊണ്ട് കുറച്ച് മടി എപ്പോഴും ഉണ്ടാവും. സേഫ് ആയിട്ടുള്ള ഡിസിഷനാണ് എപ്പോഴും എടുക്കുക. ഫിനാൻഷ്യൽ നേച്ചർ മെല്ലെ മെല്ലെ ബിൽഡ് എന്തായാലും ചെയ്യും. സ്റ്റെബിലിറ്റി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ വീക്ക്നെസ് ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്കിങ് തന്നെയാണ്. പിന്നെ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീലിങ്സ് എപ്പോഴും ഉണ്ടാവും. പഴയ കാര്യങ്ങളൊക്കെ വിട്ടുവിടാൻ നല്ല ബുദ്ധിമുട്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഹാർഡ് വർക്ക് നല്ല കൂടുതലായി പോയി, അതുകൊണ്ട് റിസൾട്ട് നല്ല ഡിലേ ആയി. അപ്രീസിയേഷൻ ആരുടെ അടുത്തൊന്നും കിട്ടാത്ത ഒരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് എക്സ്പെൻസ് നന്നായിട്ട് തന്നെ കൂടി. സേവിങ്സ് കുറയാനും നല്ല സാധ്യത ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഡിസ്റ്റൻസ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആകെ കൂടെ ഒരുമാതിരി മൂഡ് ഓഫ് തന്നെയായിരുന്നു. സ്ട്രെസ്സ്, റെസ്പോൺസിബിലിറ്റീൻ്റെ പ്രഷർ, ഫ്യൂച്ചർ ആങ്സൈറ്റി, ഭാവിയിൽ എന്ത് ചെയ്യുന്നുള്ള ആങ്സൈറ്റി ഒക്കെ ഫെബ്രുവരിയിലുണ്ടായിരുന്നു. പക്ഷെ മാർച്ച് മാസത്തിൽ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം വരും. മാർച്ച് ആദ്യത്തെ 15 ദിവസം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പെൻഡിങ് വർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. മാർച്ച് സെക്കൻഡ് ഹാഫിൽ റെക്കഗ്നേഷൻ മെല്ലെ തുടങ്ങും. പ്രൊമോഷനും ഒരു റോൾ ചേഞ്ച് ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ജോബ് സ്റ്റെബിലിറ്റി എന്തായാലും ഇൻക്രീസ് ആവും. നിങ്ങളുടെ ജോലിയൊന്നും എന്തായാലും പോവില്ല, അതെന്തായാലും കൂടി വരികയുള്ളൂ. അതിൻ്റെ കാര്യത്തിൽ എന്തായാലും പേടിക്കേണ്ട. നിങ്ങളായിട്ട് റെസിഗ്നേഷൻ എഴുതുമ്പോൾ മാത്രമേ പ്രോബ്ലംസ് ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മാർച്ച് 18 ശേഷം മാത്രം തീരുമാനം എടുക്കുക. ബിസിനസ്സിലാണെങ്കിൽ സ്ലോ ആണ്, പക്ഷെ നല്ല സ്റ്റേബിളായിട്ട് വളരാൻ കഴിയും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. മാസ അവസാനം ഒരു ലാഭമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 ദിവസം എക്സ്പെൻസ് കൺട്രോൾ ചെയ്യണം. ഒന്നും അധികം വാങ്ങരുത്. പൈസ എപ്പോഴും വെറുതെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. മാർച്ച് 20 ശേഷം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തായാലും കിട്ടും. കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. സേവിങ്സ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മാർച്ച് അവസാനം മാത്രം നോക്കിയാൽ മതി. റിലേഷൻഷിപ്പിൽ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ബോണ്ടിങ് സ്ട്രോങ് ആവും. ഫാമിലി സപ്പോർട്ട് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. സിംഗിൾ ആയവർക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വരാറുണ്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്നിട്ട്. എടുത്തു ചാടിയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ കുടുംബാന്തരീക്ഷം മാർച്ച് അവസാനമാകുമ്പോൾ കുറച്ച് സമാധാനം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ബാക്ക് പെയിന് നന്നായിട്ടുണ്ടാവും. നിങ്ങൾ ശാരീരികമായിട്ട് നല്ല വീക്കായിട്ട് തോന്നും. സ്ലീപ്പ് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് യോഗ നടത്തമെല്ലാം നിങ്ങൾക്ക് നല്ലതായിരിക്കും.